പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഞ്ജലി പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അശ്വിന്റെ മുന്നിൽ. മാത്രവുമല്ല, ഇനി എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ ചേച്ചിയെ ചതിക്കാൻ താൻ ശ്യാമിനെ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അശ്വിൻ മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്നാണ് അശ്വിൻ നിർണായകമായ ആ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് അശ്വിൻ. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ശ്യാമിന് ആകെ നിരാശയാണ് ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് ശ്യാം ഈ കാര്യങ്ങൾ ചോദിക്കുന്നതിന് അശ്വിന്റെ മുന്നിലേക്ക് പോയതിനെ തുടർന്ന്, നിന്നെ തളയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വിവാഹം നടത്തിയത്. നീ എൻ്റെ ചേച്ചിയെ ചതിച്ച് അത്ര ബുദ്ധിമാനായി വാഴാം എന്നുള്ള മോഹം മാറ്റിവെക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കുകയില്ല. അതിന് ഞാൻ മരിക്കണം. അതുകൊണ്ട് തന്നെ ശ്രുതിയെ സ്വന്തമാക്കാം എന്നുള്ള നിന്റെ ആഗ്രഹം ജീവിതകാലത്ത് ഒരിക്കലും നടക്കുകയില്ല. അവൾ എന്നും എൻ്റെ അടിമയായി എൻ്റെ കൂടെ തന്നെ ജീവിക്കും. അത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്റെയും അവളുടെയും ജീവിതം ഒരിക്കലും ഞങ്ങളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇത് കേൾക്കുന്ന ശ്യാം, ഇതെല്ലാം അശ്വിൻ്റെ വെറും തെറ്റിദ്ധാരണയാണ്. എൻ്റെ മനസ്സിൽ മാത്രമല്ല, ശ്രുതിയുടെ മനസ്സിലും ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ എനിക്ക് വേണ്ടി ഏത് ബന്ധവും ഉപേക്ഷിച്ച് വരും എന്നും എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്നുള്ള കാര്യവും എനിക്കറിയാം. എന്നെ അവളുടെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് ശ്യാം വെല്ലുവിളിക്കുകയും ചെയ്തതിനെ തുടർന്ന് അശ്വിൻ്റെ വാശി കൂടിയിരിക്കുകയാണ്. ഇതോടെ അശ്വിൻ, ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം, നീ കരയുമട എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോവുകയാണ് അശ്വിൻ. പക്ഷേ തൻ്റെ നിരാശ മറച്ചു വയ്ക്കുന്ന ശ്യാം ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്നു. ഒരിക്കലും വിചാരിക്കാത്ത പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും? ഒരിക്കലും ശ്രുതിയെ അവൻ വിട്ടുതരില്ല എന്നുള്ള കാര്യവും സത്യം തന്നെയാണല്ലോ. ഇതിനിടയിലാണ് അഞ്ജലി വരുന്നതും ചെക്കപ്പിന് വേണ്ടി പോകണം എന്ന് പറയുന്നതും. ഇത് കേൾക്കുന്നത് ശ്യാമിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. മാത്രവുമല്ല, എങ്ങനെയാണ് ഇവളെ ഒഴിവാക്കുക എന്ന് ആലോചിക്കുകയാണ് ശ്യാം ചെയ്യുന്നത്. പക്ഷേ ശ്യാമിന് തിരിച്ചടികൾ നൽകിക്കൊണ്ട് അശ്വിനും മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് കളികൾ മാറിപ്പോവുകയാണ്. ഇതേ തുടർന്നാണ് തൻ്റെ മനസ്സിലെ ദേഷ്യത്തിന് പിന്നിലെ കാരണം ശ്രുതിയോട് വ്യക്തമാക്കാൻ അശ്വിൻ തയ്യാറാകുന്നത്. നീ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു. നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്നത് ഞാനന്ന് നേരിട്ട് കണ്ടതാണ്. നീ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർത്ത് ശ്യാമിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്ന അശ്വിൻ, അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ് എന്നും എനിക്ക് ശ്യാമിനെ കാണുന്നത് തന്നെ അറപ്പാണ്. എനിക്ക് അയാളോട് സ്നേഹമോ അയാളോട് വെറുപ്പ് മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ളത്. എൻ്റെ അച്ഛനെയും എൻ്റെ കുടുംബത്തെയും നശിപ്പിക്കാൻ ശ്രമിച്ച അയാളെ ഞാൻ സ്നേഹിക്കുമെന്ന് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ശ്രുതി, ഒരിക്കലും ഞാൻ അയാളെ സ്നേഹിക്കുകയില്ല എന്നും അതിലും ഭേദം മരിക്കുന്നതാണ് എന്നും പറഞ്ഞത് അശ്വിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. Do like, share and subscribe.